പ്രശാന്ത്, ആരൊക്കെയാണ് ഇപ്പോൾ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്? നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൊതുപ്രവർത്തകരും അടക്കമൊക്കെ വിവിധ മേഖലകളിലുള്ള പ്രമുഖരൊക്കെ ഉണ്ടോ? മുതിർന്ന നേതാക്കൾ, ഉദ്യോഗസ്ഥർ, പ്രവർത്തകർ, അത് CPM-ന്റെ, LDF-ന്റെ, UDF, BJP-യുടെ എല്ലാ നേതാക്കളെല്ലാം തന്നെ ഈ വേദിയിൽ, ഈ ഉദ്ഘാടനം നടക്കുന്ന വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രതിനിധി KV തോമസ് നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം മാഷേ, എങ്ങനെ ഈ നിമിഷത്തെ കാണുന്നു? കഴിഞ്ഞ ദിവസം വിശദമായൊരു കുറിപ്പൊക്കെ എഴുതി. സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതുകയാണ്. അതിൽ മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. എല്ലാവരുടെയും നേട്ടമാണ്. ഇന്നലെ മാഷ് വിശദമായൊരു കുറിപ്പിട്ടിരുന്നു. അതായത് ഈ തുറമുഖം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഈ കരാർ എങ്ങനെ ഉണ്ടായി, ഉമ്മൻചാണ്ടിയുടെ ഇതിലെ പങ്കിനെ കുറിച്ചൊക്കെ അങ്ങ് വിശദമായി എഴുതിയിരുന്നു. ഇതിൻ്റെ ഈ തുറമുഖ പദ്ധതിയുടെ പിതൃത്വം അല്ലെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നു. എന്താണ് താങ്കൾക്ക്? പിതൃത്വം നമുക്ക് എല്ലാവരുടെയാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കേരളത്തിലെ ജനങ്ങളുടെ ആണ് ഇതിൻ്റെ അവകാശികൾ. നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ സംഭാവനകളുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് ആ കുറിപ്പിൽ പറഞ്ഞിരുന്നു, ഇന്ന് യാഥാർത്ഥ്യമായി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യമുണ്ട്. കാരണം എത്രയോ സമര പരമ്പരകൾ ഇവിടെ ഉണ്ടായി. അതെല്ലാം സമാധാനപൂർവ്വം നേരിട്ട് ഇന്ന് ഏതാണ്ട് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഒഴിവാക്കാനാകുന്ന അതാണല്ലോ, എല്ലാവരുടെയും പങ്കുണ്ട്. ഒരാളുടെ അതാ മുഖ്യമന്ത്രിയാണല്ലോ പറഞ്ഞത്, എല്ലാവരുടെയും പങ്കുണ്ട്. അതിൻ്റെ മുഖ്യമന്ത്രിയുടെ പങ്ക് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പങ്ക് തന്നെയാണ്. കാരണം സമര പരമ്പരകളുണ്ടായി, എത്രയോ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ഗെയിൽ പ്രോജക്റ്റ് വന്നു, അതൊന്നും നടപ്പിലാക്കാൻ പറ്റാത്തപ്പോഴാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത്. അപ്പം അതുകൊണ്ട് സ്വാഭാവികത്തിൽ ഈ പ്രോജക്റ്റിന് നടപ്പിൽ അദ്ദേഹത്തിന് വലിയ പങ്കാളിത്തമുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും സംഭാവന. തൊട്ട് മുമ്പ് നമ്മുടെ സംസാരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഇതിലും മെച്ചപ്പെട്ടൊരു കരാർ സാധ്യമായിരുന്നു എന്നാണ്. ആയിരുന്നോ അന്നത്തെ സാഹചര്യം? അപ്പം ഓരോ പ്രോജക്റ്റ് വരുമ്പോൾ നമുക്കത് പറയാൻ പറ്റുമല്ലോ. അതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോവല്ലേ. അല്ല, അന്നത്തെ സാഹചര്യത്തിൽ അത് സാധ്യമായിരുന്നു. ഓരോ സാഹചര്യങ്ങൾ വെച്ചല്ലേ മുന്നോട്ട്. അതിനെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് ആണല്ലോ ഏറ്റവും നന്നായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും KV തോമസാണ് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചത്. ഇന്നലെ അദ്ദേഹം വിശദമായൊരു കുറിപ്പെല്ലാം എഴുതിയിരുന്നു. അതായത് എങ്ങനെയാണ് ഈ തുറമുഖ പദ്ധതിയിലേക്ക് എത്തിയത്, അദാനി ഈ കരാർ ഏറ്റെടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അദ്ദേഹം താല്പര്യമെടുത്ത് ഇവിടെ വിഴിഞ്ഞത്ത് എത്താനുള്ള അവസരം, ഇതെല്ലാം വിശദമായി തന്നെ ഇന്നലെ അദ്ദേഹം എഴുതിയിരുന്നു. ഇപ്പോൾ മന്ത്രിമാർ ഈ വേദിയിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ധനമന്ത്രി KN ബാലഗോപാലും ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവരെല്ലാവരും സദസ്സിലാണുള്ളത്. വേദിയിൽ ഇരിപ്പിടമുള്ളത് 17 പേർക്കാണ്. അതിൽ പ്രധാനമന്ത്രി അടക്കം 17 പേർക്ക്. അതിൽ മന്ത്രിമാരായി പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് പുറമെ തുറമുഖ വകുപ്പ് മന്ത്രിയാണ്. മറ്റുള്ളവരെല്ലാം വിശിഷ്ടാതിഥികളായി സദസ്സിൽ മുൻനിരയിലുണ്ട്. VIP നിരയിലെല്ലാം തന്നെ ഉണ്ട്. ഏതായാലും വലിയ ഒരു വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി പൊതുജനങ്ങളും അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ചടങ്ങുകൾ ആരംഭിക്കും.